നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പം അത് പെട്ടെന്ന് കിട്ടുക, പെട്ടെന്ന് അത് എത്തിച്ചേരുക എന്നുള്ളത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് അടിച്ച പോലെയൊക്കെ ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷെ അതിൻ്റെയും പുറകിൽ പ്രയത്നമുണ്ട്. നമ്മൾ ഷോപ്പിൽ ചെല്ലുന്നു, നമ്മുടെ ക്യാഷ് സ്പെൻഡ് ചെയ്ത് ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ നമ്മൾ കരിയറിൽ അച്ചീവ് ചെയ്യുക, നമ്മുടേതായ ജീവിത വിജയത്തിൻ്റെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കരിയർ ഉണ്ടല്ലോ, അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നടൻ വിജയ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതം ഒരു പുഴയാണെന്ന് വെക്കുക. അപ്പോൾ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ പുഴയുടെ അടുത്തൂടെ നടന്നു പോകുന്ന ചെക്കന്മാരും പെമ്പിള്ളേരും ഒക്കെ ചുമ്മാ കാരണമില്ലാണ്ട് പുഴയിലോട്ട് കല്ലെടുത്തെറിയും. അപ്പോൾ ഒരാൾ കല്ലെടുത്തെറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾ വേറെ കാരണം ഒന്നും കാണത്തില്ല, പിന്നെയും കല്ലെടുത്തിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ എറിയും. അപ്പം അത് നമ്മൾ കാണാറുള്ളതാണ് അല്ലേ. ഈ എത്രത്തോളം ആഴത്തിലാണ് ഈ കല്ല് ചെന്ന് പതിക്കുന്നത് എന്ന് ഈ കുട്ടികൾ നോക്കാറില്ല. അപ്പോൾ ഒരുത്തനറിഞ്ഞു, അടുത്ത് കൂടെ ഉണ്ടായിരുന്ന രണ്ടവന്മാരറിഞ്ഞു, അടുത്തൊരു 3-4 പേര് ചേർന്നറിഞ്ഞു. ഈ എറികളെല്ലാം തന്നെ പുഴേൻ്റെ ആഴത്തിലോട്ട് ചെന്ന് പതിച്ചാലും പുഴ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ ട്രാക്ക് മാറാം, ഞാൻ മാറ്റിവിടാം, ഞാൻ പോയി ചേരേണ്ട ഡെസ്റ്റിനേഷനിൽ നിന്നും ഒന്ന് വ്യതിചലിച്ച് ഞാൻ ട്രാവൽ ചെയ്യാമെന്ന് ഒരിക്കലും പുഴ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം പുഴയിലോട്ട് ചവറ് വാരി എറിയുന്നവരുണ്ടാകും, വേസ്റ്റ് ഒഴുക്കി വിടുന്നവരുണ്ടാകും. അതേപോലെയാണ് ലൈഫിൽ നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടാകും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ തളർന്ന് ഭാരപ്പെട്ട് മതി, തീർന്നു എന്ന് ചിന്തിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ആ സമുദ്രം എന്നുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പുഴയ്ക്ക് കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പർട്ടിക്കുലർ ഡ്രീമിൽ, ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. സോ നമ്മുടെ എയിം എപ്പോഴും ആ ഡെസ്റ്റിനേഷൻ മാത്രമായിരിക്കണം. ഇതിനകത്ത് കുറച്ച് എറികൾ വരെ തന്നെ ചെയ്യും. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ആ വേദനയിൽ പ്രതികരിക്കാൻ നിൽക്കാതെ മുൻപിലോട്ട് തന്നെ ട്രാവൽ ചെയ്യും.